ഒന്നും പറയലില്ല. ഒന്നും പറഞ്ഞൂടാ. ഇപ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, ഇപ്രാവശ്യം മറ്റൊരാളാണല്ലോ തന്ത്രി. മോഹനരുടെ മകനാണ്. അവനവൻ അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാവുള്ളൂ. ഞാനൊന്നും പറയില്ല. തന്ത്രി കുടുംബാംഗമാണ്. ഇത്രയും കോടിക്കണക്കിന് വിശ്വാസികൾ വളരെ ആരാധനയോടെ കാണുന്ന ആളാണ്. അത്ര പുരാതന അയ്യപ്പന്റെ സ്വർണം കട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആള് കൂടിയത്. അതിന്റെ വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റിയും കേസിനെ പറ്റിയൊന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല ഇപ്പോഴെന്ന് പറയുന്നു. ഇപ്പോൾ തന്ത്രി രാജീവ് അല്ല, ഖണ്ഡരർ മോഹനരുടെ മകൻ മഹേഷ് മോഹനരനാണ് ഇപ്പോഴത്തെ താന്ത്രിക ചുമതല. അതുകൊണ്ട് അതുമായും ബന്ധമില്ല. പിന്നെ ഭക്തരുടെ ആശങ്കയും ഒക്കെ അത് അവിടെ എത്തിയ ജനലക്ഷങ്ങൾ അവർ അയ്യപ്പനെ കാണാൻ ഈ വർഷം തീർത്ഥാടന കാലത്ത് എത്തി. അപ്പോൾ അതിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ തയ്യാറല്ല. അത് പ്രതികരിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹം ആമുഖമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം ഇരിക്കുന്ന പദവി, അറസ്റ്റിലായ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ഔന്നത്യം എന്ന് ഞാൻ പറഞ്ഞാൽ ശബരിമലയിലെ ചുമതലയുമായി ബന്ധപ്പെട്ട ഔന്നത്യത്തെ പറ്റിയാണ്. ബാക്കിയൊക്കെ പ്രേക്ഷകർ തന്നെ കാണുന്നുണ്ടല്ലോ. ഒരു സ്വർണ്ണക്കൊള്ള കേസിലാണ് പ്രതിയാകുന്നത്. അപ്പോൾ ആ ഔന്നത്യം എന്ന വാക്കിന് വലിയ അർത്ഥമില്ല. പക്ഷേ ആ വഹിച്ച പദവിയുടെ ഔന്നത്യത്തെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം തയ്യാറുമല്ല. കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് ഇനിയുള്ള നടപടികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.